+1 അക്കൗണ്ടൻസിയിലെ 9th ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് +1 ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അതായത് 8ാമത്തെ ചാപ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെയും 9ാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഡ്ജസ്റ്റ്മെന്റോട് കൂടിയും വരുന്നത്. ഇവിടെ ഞാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ അഡ്ജസ്റ്റ്മെന്റ്സുകളാണ് കൊടുക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ്സ് എവിടെ എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യണം. അതില് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചോദിക്കാറുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ നമുക്ക് +1 മാത്രമല്ല, ഡിഗ്രിക്ക് ഫസ്റ്റ് സെമ്മിൽ ചെല്ലുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിലും ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന ഒന്നാണ്. അപ്പൊ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഈ വീഡിയോ. അതിൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ചാപ്റ്റർ തന്നെ ഇതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതാണ് ലെസൺ ചാപ്റ്റർ. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ. അതിലെ അഡ്ജസ്റ്റ്മെന്റുകളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോണ. എങ്ങനെയാണ് അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പെൻസ് കൊടുക്കാറുണ്ട്. ഓൾറെഡി വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അതിന്റെ റെമ്യൂണറേഷൻ പേയ്മെന്റ് നമ്മൾ ചെയ്യാം. അതിനെ വിളിക്കുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ്. എന്ന് വെച്ചാൽ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്നതിന്റെ ഉദ്ദേശിക്കുന്നത്. ഡ്യൂ ആണ്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ നോക്കാം, എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ്. എക്സ്പെൻസസ് ഓൾറെഡി ഇൻകർ ചെയ്ത് കൊടുക്കണം എന്ന് നമുക്കറിയാം. ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷം തന്നെ കൊടുക്കണം. ആൻഡ് ഹൂസ് ബെനിഫിറ്റ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഡ്യൂറിങ് ദി ഇയർ. അതിന്റെ റിസൾട്ടും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്തു, അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നിട്ടും ബട്ട് ദ പേയ്മെന്റ് ഹാസ് നോട്ട് ബീൻ മെയ്ഡ്. അതിന്റെ പേയ്മെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. Expenses which have been incurred during the year and whose benefit has been derived during the year but the payment has not been made, payment has not yet been made, is known as outstanding expenses. Outstanding expenses adjustment ആണ്. അതായത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന പ്രോബ്ലം അല്ല ചാപ്റ്റർ നമ്മൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ നമുക്ക് 2 പാർട്ടായിട്ടാണ് തരാം. ഒന്ന് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ പാർട്ട് തരും, അതിന്റെ താഴെ അഡ്ജസ്റ്റ്മെന്റ്സ് തരും. അഡ്ജസ്റ്റ്മെന്റ്സിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നാൽ നമ്മൾ അതിന് എന്ത് ജേണൽ എൻട്രി എഴുതണം? അഡ്ജസ്റ്റ്മെന്റ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അഡ്ജസ്റ്റ്മെന്റിൽ വന്നാൽ ജേണൽ എൻട്രി ഇതാണ്. എക്സാമ്പിൾ കൊടുക്കുക. എക്സാമ്പിള് സാലറി ആണെന്ന് വിചാരിക്കാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ് അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്നാണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി ചെയ്തത് എങ്ങനെയാണ്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. സാലറി ഈസ് ആൻ എക്സ്പെൻസ്. 1 month സാലറി കൂടി നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറി കൊടുക്കാനുള്ള എമൗണ്ട് കൂടും. അപ്പൊ സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി വരുമ്പോ ഡെബിറ്റിന്റെ തുക വീണ്ടും കൂടണമെങ്കിൽ സാലറിയെ നമ്മൾ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എൻട്രി വരെ എങ്ങനെയാണ്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. വേജ് ആണെങ്കിലോ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. റെന്റ് ആണെങ്കിലോ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഏതിന്റെ വേണമെങ്കിലും നമുക്ക് എന്ത് ചോദിക്കാം?
ഔട്ട്സ്റ്റാൻഡിങ് വരാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്നത് സാലറി ആണെന്ന് മാത്രം. സാലറിയുടെ ആവുമ്പോ എന്താണ് ജേണൽ എൻട്രി എഴുതാ? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന അഡ്ജസ്റ്റ്മെന്റിൽ തരികയാണെങ്കിൽ. എന്നാൽ അടുത്ത എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി എന്തായിരിക്കും? വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റില് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എഴുതുന്നത് ഇങ്ങനെയാണ്: വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. മൂന്നാമത്തെ നോക്ക, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതെങ്കിലോ, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്നാണെങ്കിലോ നമ്മൾ എഴുതും റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. ഉണ്ടാ? അപ്പൊ ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് എഴുതാം? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എഴുതാൻ കിട്ടണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് വേജ് ആണെങ്കിൽ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജ്. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്. ഉണ്ടാ? എങ്ങനെ വന്നാലും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എഴുതാൻ നമ്മൾ പഠിക്കണം. ഇനി ഔട്ട്സ്റ്റാൻഡിങ് സാലറി അഡ്ജസ്റ്റ്മെന്റിൽ വന്നാൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ രണ്ട് ഇഫക്റ്റ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആയി എന്ത് വന്നാലും ഫസ്റ്റ് ടൈമില് നമ്മൾ അത് ട്രേഡിങ്ങിന്റെയോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസിനോട് കൂടി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. എക്സ്പെൻസിനോട് കൂടി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ വേജസിനോട് കൂടി ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡിലെ സാലറിയോട് കൂടി ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ റെന്റിനോട് കൂടി ആഡ് ചെയ്യണം. അത് വേജസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരിക. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരിക. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആയ വേജസിനോട് കൂടിയാണ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. സാലറി, റെന്റ് അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ ഏതാണോ കൺസേൺഡ് എക്സ്പെൻസ് ആ കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി സെക്കൻഡ് ടൈമില് അത് ബാലൻസ് ഷീറ്റില് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി സൈഡിലാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എഴുതാം. ലാബിലിറ്റി സൈഡിൽ എഴുതി കൊടുക്കണം. ബാലൻസ് ഷീറ്റിൽ അത് ലാബിലിറ്റി സൈഡ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൊടുക്കാനുള്ള ചിലവിന്റെ പൈസയാണ്, കൊടുക്കാനുള്ള തുകയാണ്. അതുകൊണ്ട് അത് കൊടുക്കാനുള്ളത് ലാബിലിറ്റി ആയതുകൊണ്ട് ബാധ്യതയാണ്, ലാബിലിറ്റി ആണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ അത് എവിടെ എഴുതണം? ലാബിലിറ്റി സൈഡിൽ എഴുതണം. അതാണ് നമുക്ക് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി ഓർക്കാനുള്ളതാണ്, നമുക്ക് ട്രയൽ ബാലൻസിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തന്നാൽ, അത് ബാലൻസ് ഷീറ്റില് ലാബിലിറ്റി സൈഡിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതും കൂടി ഉണ്ട്. ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെന്റിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വരാം. എന്നാൽ അത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നാൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് ഈ ഒരു പോയിന്റും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് മുൻകൂട്ടി കൊടുക്കുന്നതിനാണ് പ്രീപെയ്ഡ് എന്ന് പറയാം. നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പൈസ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കണം എന്നാണ്. അപ്പൊ നേരത്തെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പൈസ നേരത്തെ കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പേര് വിളിക്കും.
പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ദോസ് എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി കൊടുക്കുക, ആ എക്സ്പെൻസിന്റെ തുക മുൻകൂട്ടി കൊടുക്കുക. ഹൂസ് ബെനിഫിറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ഫ്യൂച്ചർ. അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് എന്താണ്? ഫ്യൂച്ചറിലാണ്. ആർ കോൾഡ് അൺഎക്സ്പയർഡ്, എക്സ്പയറി ആകാത്ത, കാലാവധിയാകാത്ത ഓർ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പേര് വിളിക്കും. ഒന്നുകൂടി നോക്കാം. Prepaid expenses are those expenses which have been paid in advance, whose benefit will be available in future. അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഫ്യൂച്ചറിലേക്കാണ്. ആർ കോൾഡ് അൺഎക്സ്പയർഡ്, കാലാവധിയാകാത്ത, എക്സ്പയറി ആകാത്ത ഓർ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കും. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്കൊല്ലത്തെ കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നതല്ല, അടുത്ത വർഷത്തേക്ക് വേണ്ടി നമുക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു വർഷത്തെ മാത്രം എഴുതും, 12 monthsലെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതൂ. അപ്പോൾ അടുത്ത വർഷത്തേക്ക് കൊടുക്കുന്നത് കൊണ്ട് ഏതാണോ എക്സ്പെൻസ്, ആ എക്സ്പെൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? പ്രീപെയ്ഡ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കൊടുക്കണം. നോക്കിക്കോ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് വിൽ ബി ഷോൺ ഇൻ ദി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ബൈ വേ ഓഫ് ഡിഡക്ഷൻ. മൈനസ് ചെയ്യുക, റെസ്പെക്റ്റീവ് എക്സ്പെൻസിൽ നിന്ന് അതെന്ത് ചെയ്ത് കൊടുക്കുക? മൈനസ് ചെയ്യുക. നോക്കാം, പ്രീപെയ്ഡ് എക്സ്പെൻസസ് വിൽ ബി ഷോൺ ഇൻ ദി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണും. എങ്ങനെ? ബൈ വേ ഓഫ് ഡിഡക്ഷൻ. ഡിഡക്ഷൻ മൈനസ് ഫ്രം ദി റെസ്പെക്റ്റീവ് എക്സ്പെൻസ്. റെസ്പെക്റ്റീവ് എക്സ്പെൻസിൽ നിന്ന് അതെന്ത് ചെയ്ത് കൊടുക്കണം? ഡിഡക്ട് ചെയ്ത് കൊടുക്കണം, മൈനസ് ചെയ്ത് കൊടുക്കണം. ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഷോൺ ഓൺ ദി അസെറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലാണ് അത് എഴുതി വെക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡിലാണ്. ഒരു എക്സാമ്പിൾ നോക്കുക. പ്രീപെയ്ഡിന്റെ എക്സാമ്പിള്, പ്രീപെയ്ഡ് വേജ് ₹100. നമ്മള് 100 രൂപ വേജ് പ്രീപെയ്ഡ് കൊടുത്തു, നേരത്തെ കൊടുത്തു എന്നാണ് പറഞ്ഞേക്കണത്. വേജ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് വേജ് എഴുതുമ്പോ പ്രീപെയ്ഡ് വേജ് ആയ 100 രൂപ നമ്മൾ കുറയ്ക്കും. നമ്മള് ജോലിക്കൊരാളെ വരുത്തുമ്പോ നമ്മൾ അയാളോട് ചോദിച്ചിട്ടുണ്ടാവും, എത്ര രൂപയാണ് ഇന്നത്തെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം വർക്ക് ചെയ്താൽ എത്ര രൂപ തരണം. അപ്പൊ 1000 രൂപ അയാൾ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപയെ കൂടുതൽ അയാൾക്ക് കൊടുക്കില്ല. അയാൾ വന്ന് നമ്മൾ ഇന്നലെ വന്നിട്ടാണ്, തലേ ദിവസം വന്നിട്ട് നമ്മളോട് നാളെ തൊട്ട് ജോലിക്ക് നിൽക്കാം, ഒരു 100 രൂപ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 രൂപ കൊടുക്കും. അപ്പോ നാളത്തെ പണി കഴിയുമ്പോൾ നമ്മൾ അയാൾക്ക് 900 രൂപ കൊടുത്താൽ മതി. ആകെ 1000 രൂപയെ നമ്മൾ കൊടുക്കണ്ടു. നേരത്തെ കൊടുത്ത പൈസ നമ്മൾ എന്ത് ചെയ്താൽ മതി? പറഞ്ഞ പൈസ, കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ചെയ്ത് കൊടുക്കണം. അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ തുക മുൻകൂട്ടി കൊടുത്തതായത് കൊണ്ട് ഏതാണോ എക്സ്പെൻസ് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരികയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതായിട്ടാണെങ്കിലോ, ഇപ്പൊ എക്സാമ്പിള് പ്രീപെയ്ഡ് സാലറി ആണെങ്കിലോ, പ്രീപെയ്ഡ് സാലറി ₹1000 ഇങ്ങനെയാണെങ്കിലോ കിടക്കുന്നത്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ സാലറി എഴുതുമ്പോ സാലറിയിൽ നിന്ന് മൈനസ് ചെയ്യണം. അത് ഐറ്റം എവിടെയാണോ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അത് ഏത് സൈഡിൽ എഴുതി കൊടുക്കണം? അസെറ്റ് സൈഡില് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നും പറഞ്ഞ് എഴുതി കൊടുക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത നോക്കാം, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അക്രൂഡ് ഇൻകം എന്നാണ് അതിനെ പറയാ. ഇൻകം ഏൺഡ്, ഇൻകം നമ്മുടെ കയ്യിലേക്ക് കിട്ടാനുണ്ട്, സമയമായിട്ടുണ്ട് കിട്ടാനായിട്ട്, പക്ഷെ പണമായിട്ട് അത് കിട്ടിയിട്ടില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. ഇൻകം വിച്ച് ഹാസ് ബീൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. വാടകയ്ക്ക് വീട് കൊടുക്കുന്ന അല്ലെങ്കിൽ വാടകയ്ക്ക് റൂം കൊടുക്കുന്ന ഒരാൾക്ക് അയാൾ വാടകയ്ക്ക് റെസീറ്റ് എഴുതുമ്പോൾ, അഗ്രിമെന്റ് എഴുതുമ്പോൾ വാടക കിട്ടേണ്ട ഒരു ഡേറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടാവും.
എല്ലാ മാസവും ഒരു 30-ാം തീയതിയാണ് വാടക കിട്ടേണ്ടതെങ്കിൽ 30-ാം തീയതി എത്തുമ്പോൾ അയക്ക് വാടക കിട്ടണം. പക്ഷെ 30-ാം തീയതി തന്നെ കിട്ടണം എന്നില്ല, അത് 1-ാം തീയതി 2-ാം തീയതി ആയിട്ടൊക്കെ കിട്ടും. അപ്പോ 30-ാം തീയതി അയാൾ എഴുതുന്നതാണ് എന്ത്, ഇൻകം ഏൺഡ്, വാടക കിട്ടാനുണ്ട് പക്ഷെ പണം കിട്ടിയിട്ടില്ല, അതാണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അഥവാ അക്രൂഡ് ഇൻകം എന്ന് പറയാം. ഇൻകം എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേ വരുള്ളൂ. അത് അക്രൂഡ് ഇൻകം വിൽ ബി ആഡഡ് അലോങ് വിത്ത് ദി റെസ്പെക്റ്റീവ് ഇൻകം ഷോൺ ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരിക്കലും അത് എവിടെ വരില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇല്ല. അത് എവിടെ വരുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേ വരുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരിക്കലും ഇൻഡയറക്റ്റ് ഇൻകംസ് ഒന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എഴുതാറില്ല. അപ്പൊ അക്രൂഡ് ഇൻകം വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ ഇൻകത്തിനോട് കൂടി കൂട്ടണം. അതാണ് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ. അക്രൂഡ് ഇൻകം വിൽ ബി ആഡഡ് അലോങ് വിത്ത് ദി റെസ്പെക്റ്റീവ് ഇൻകം. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റിനോട് കൂടി കൂട്ടണം, അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റിനോട് കൂടി കൂട്ടണം. ഇവിടെ നോക്കി എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. എക്സാമ്പിളൂടെ കൊടുത്തേക്കുന്നവര് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്നാണ്. അക്രൂഡ് ഇൻട്രസ്റ്റ്, അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്നാണ് വരിക. അപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡില് റെസ്പെക്റ്റീവ് ഇൻകം ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റിനോട് കൂടി കൂട്ടിക്കൊടുക്കണം. എന്നാൽ അക്രൂഡ് റെന്റ് ആണെങ്കിലോ, റെന്റ് കിട്ടാനുണ്ടെന്നാണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ റെന്റിനോട് കൂടി കൂട്ടിക്കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് അസെറ്റ് സൈഡിൽ എഴുതണം. പണം കിട്ടാനുള്ളതാണ്, കിട്ടുന്ന പണം നമ്മുടെ അസെറ്റ് ആണ്, അതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റില് അസെറ്റ് സൈഡിൽ എഴുതണം. അതാണ് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. എക്സാമ്പിള് അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ആണ്. ഇപ്പൊ അടുത്തൊരു എക്സാമ്പിൾ കൂടി തരികയാണെങ്കിൽ അക്രൂഡ് റെന്റ് ഇങ്ങനെയാണ് തന്നേക്കുന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി എന്തായിരിക്കും, അക്രൂഡ് റെന്റ് അക്കൗണ്ട് ഡെറ്റർ, അക്രൂഡ് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ് അക്കൗണ്ട്, അക്രൂഡ് റെന്റ് അക്കൗണ്ട് ടു റെന്റ് അക്കൗണ്ട്. കണ്ടോ, ഏത് ഐറ്റം ആണെങ്കിലും ജേണൽ എൻട്രി എഴുതാൻ പഠിക്കണം. ജേണൽ എൻട്രി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. അത് ഏത് ജേണൽ എൻട്രി ചോദിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല. ഏത് ജേണൽ എൻട്രി ആയാലും അതിന്റെ ആ ലോ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പഠിക്കണം. അല്ല, അപ്പൊ ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നമ്മൾ കൊടുക്കുന്നത്. ട്രേഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ ഇൻകത്തിനോട് കൂടി കൂട്ടണം. ഇൻകത്തിന്റെ സ്വഭാവം ക്രെഡിറ്റ് ആണ്, അത് കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് വീണ്ടും കൂടണം. അപ്പൊ ഇൻകത്തെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യണം, അതർ പാർട്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഡെബിറ്റും ഇൻട്രസ്റ്റ് ക്രെഡിറ്റും വന്നത്. അക്രൂഡ് റെന്റ് ഡെബിറ്റും റെന്റ് ക്രെഡിറ്റും വരാൻ കാരണം അതാണ്. റെന്റ് ആണ് ഒറിജിനൽ ഇൻകം, അത് വീണ്ടും വീണ്ടും ക്രെഡിറ്റ് ചെയ്താലേ ഇൻകത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അതിനെ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻകത്തിന്റെ വില കുറയും എന്നാണ് അർത്ഥം വരാം. അപ്പൊ ഇൻകത്തിന്റെ സ്വഭാവം ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇൻകം ആഡ് ചെയ്യണമെങ്കിൽ കൂടി കൂടി വരണമെങ്കിൽ ഇൻകത്തെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ക്രെഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് അക്രൂഡ് ഇൻട്രസ്റ്റ്, അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം വരുമ്പോ കിട്ടാനുള്ളതാണ്. അപ്പോ എന്താണ് പറയുന്നത്, an income which has been earned but not received during the accounting year. അക്കൗണ്ടിങ് ഇയർ അത് കിട്ടിയിട്ട് പണമായി വന്നിട്ടില്ല, അതിനെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയാ. എക്സാമ്പിൾ അക്രൂഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് എന്നാണ്. എക്സാമ്പിൾ ആയിട്ട് അക്രൂഡ് റെന്റ് ആണ് വന്നതെങ്കിൽ നമ്മൾ എൻട്രി എഴുതണം അക്രൂഡ് റെന്റ് അക്കൗണ്ട് ടു റെന്റ് അക്കൗണ്ട് എന്ന് എഴുതണം. ഇനി അത് ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റ് എന്താണ്, അക്രൂഡ് ഇൻകം വിൽ ബി ആഡഡ് അലോങ് വിത്ത് ദി റെസ്പെക്റ്റീവ് ഇൻകം ആൻഡ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ഇൻകത്തിനോട് കൂടി അക്രൂഡ് ഇൻകം ആഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അക്രൂഡ് ഇൻകം പണം കിട്ടാനുള്ള ഇൻകം ആയതുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ എഴുതി കൊടുക്കണം. അങ്ങനെയാണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അഥവാ അക്രൂഡ് ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യാം. അടുത്തത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്തതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം നമ്മൾ
സമയമായിട്ടില്ല, നമുക്ക് റിസീവ് ചെയ്യാനുള്ള സമയമായിട്ടില്ല, നമ്മൾ നേരത്തെ റിസീവ് ചെയ്യാണ്. അതിനാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ചില കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ്. ഇപ്പോ വാടകയ്ക്കൊക്കെ വീട് കൊടുക്കുന്ന, റൂം വാടകയ്ക്കൊക്കെ കൊടുക്കുന്ന ലാൻഡ് ഓണേഴ്സ് നമ്മൾ കരാർ എഴുതുന്ന സമയത്ത് നമ്മളിൽ നിന്ന് മുൻകൂട്ടി അവരെന്ത് വാങ്ങും? വാടകയ്ക്കുള്ള പണം വാങ്ങും. കുറച്ച് എമൗണ്ട് ഗ്യാരണ്ടി എന്നിട്ട് നമുക്ക് നേരത്തെ തന്നെ അവർ വാങ്ങാറുണ്ട്. അതെന്താണ്? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ നാളെ തൊട്ട് താമസിക്കാൻ വരുന്നുള്ളൂ, പക്ഷെ നേരത്തെ തന്നെ, അതിന് മുൻപേ തന്നെ, കരാർ എഴുതുന്ന ദിവസം തന്നെ നമ്മൾ അയാൾക്ക് എന്ത് കൊടുക്കണം? കുറച്ച് പണം ബാങ്കിലേക്ക് അയക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ആ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് അത് അവർക്ക് അർഹതയില്ലാത്ത എമൗണ്ട് ആണ്, അല്ലെ? അവർ വാങ്ങാൻ വേണ്ട, അത് ആ സമയത്ത് കിട്ടേണ്ട എമൗണ്ട് അല്ല അവര്. പക്ഷെ ബിസിനസിന്റെ നിലനിൽപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ചില എമൗണ്ടുകളൊക്കെ, ഇത്തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻകത്തിന്റെ എമൗണ്ട് നമ്മൾ മുൻകൂട്ടി റിസീവ് ചെയ്ത് വെക്കുകയാണ്. റിസീവ് ചെയ്ത് വെക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുക റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ്. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് എയ്ഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ. ഇൻകം റിസീവ്ഡ് നോട്ട് ഏൺഡ്, അതിന്റെ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട്, നോട്ട് ഏൺഡ് ഇല്ല, അതിന്റെ വരുമാനമില്ല നമുക്ക് എന്ന് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ ഇല്ല. ഇൻകം നമ്മൾ റിസീവ് ചെയ്ത് നോട്ട് ഏൺഡ് ആണ്. ഏൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? അതിന്റെ നോട്ട് ഏൺഡ്, റിസൾട്ട് ഇല്ല. റിസൾട്ട് നമ്മൾ ഏൺ ചെയ്തിട്ടില്ല. റിസൾട്ട് ഏൺ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇയർ, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലാണ്. അതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബട്ട് നോട്ട് ഏൺഡ് ദ റിസൾട്ട് ആണ്. ഏൺഡ് ദി റിസൾട്ട്, ഏൺഡ് ദി ഇഫക്റ്റ്, അല്ലെങ്കിൽ ഏൺഡ് ദി റിസൾട്ട്. റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഏൺ ചെയ്തിട്ടില്ല ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് ഇയർ. അക്കൗണ്ടിങ് ഇയറിൽ റിസൾട്ട് നമ്മൾ ഏൺ ചെയ്തിട്ടില്ല, പക്ഷെ പണം നമ്മൾ വാങ്ങി. അതിനെ വിളിക്കുന്നതാണ് എന്ത്? ഇൻട്രസ്റ്റ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് നമ്മൾ എക്സാമ്പിൾ കൊടുത്തേക്കണം. റെന്റ് ഇൻകം ആണ്. ഇൻകം നമ്മൾ റിസീവ് ചെയ്ത അഡ്വാൻസ് ആണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. അത് നമുക്ക് പണി ചെയ്ത് കഴിയുന്നത് വരെ ആ വ്യക്തിയോട് നമുക്ക് ലേബിൾ ആണ്. അതുകൊണ്ട് റെന്റിൽ നിന്ന് ആ തുക എന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ചെയ്യണം. റെന്റ് നമ്മൾ ഇക്കൊല്ലത്തെ റെന്റ് അല്ല, ഇക്കൊല്ലത്താണെങ്കിൽ മാത്രമേ റെന്റിനെ ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത് വരാൻ പോകുന്ന വർഷത്തെ റെന്റ് ആണ്. അതുകൊണ്ട് റെന്റിനെ ഡെബിറ്റ് ചെയ്യണം, റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ് അതിന്റെ എൻട്രി വരിക. ഇൻകം നമ്മുടെ കുറയാണ് ചെയ്യാം. വാങ്ങി വെച്ചപ്പോ കൂടുതലുണ്ട്, പക്ഷെ അത് ഈ വർഷത്തെ അല്ല, നമ്മുടെ കറന്റ് ഇയറിലെ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അടുത്ത വർഷത്തെയാണ് നമ്മൾ ഇക്കൊല്ലം നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കണം. അപ്പൊ നമ്മുടെ റെന്റ് കിട്ടാനുള്ളതിനേക്കാൾ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ റെന്റ് ഇൻകം ആണ്. കൂടുതൽ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇൻകം റെന്റ് ക്രെഡിറ്റ് സ്വഭാവമുള്ളതാണ്. അതിനെ കുറച്ച് കാണിക്കണമെങ്കിൽ ഇൻകത്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് വന്നത്. എക്സാമ്പിള് റെന്റ് ആണെങ്കിൽ കമ്മീഷൻ വരും ഇതേപോലെ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വരും. ഏത് ഇൻകം ആണെങ്കിലും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുമ്പോ ഇൻകത്തിന്റെ വില ഡെബിറ്റും, ഇൻകത്തിന്റെ അക്കൗണ്ട് ഡെബിറ്റും, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ക്രെഡിറ്റുമായിരിക്കും. ഇനി അതിന് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ്, ഒരിക്കലും ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് വരില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇല്ല. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ വേ ഓഫ് ഡിഡക്ഷൻ മൈനസ് ഫ്രം ദി ഇൻകം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കണം, ഡിഡക്ഷൻ നടത്തണം, മൈനസ് ചെയ്യണം. ഇനി അത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പാർട്ടിക്ക് നമ്മൾ പണം തിരിച്ചു കൊടുക്കാൻ ലാബിൾ ആണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലാബിലിറ്റി സൈഡിൽ കാണിക്കണം.
ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിന്റെ വില മാത്രം ലയബിലിറ്റി സൈഡിൽ നമ്മൾ എഴുതി കാണിക്കണം. അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്തത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ നമുക്കൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഡിപ്രീസിയേഷൻ അതിവിടെ ഫൈനൽ അക്കൗണ്ടിൽ ബിസിനസ് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് നമുക്ക് ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളതാണ്, റെക്കോർഡിംഗ് ആണ്. അപ്പൊ അവിടെ നോക്കാം. ഡിപ്രീസിയേഷൻ നമ്മൾ പഠിച്ചതാണ്. ഡിപ്രീസിയേഷൻ ഹാസ് ബിൻ ഡിഫൈൻഡ് ആസ് the permanent and gradual diminish in the value of asset due to wear and tear, use, abuse or affix of time. Depreciation എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആൻഡ് ഗ്രാജുവൽ ഡിമിനിഷ് ഇൻ ദ വാല്യൂ ഓഫ് അസെറ്റ്. അസെറ്റിന്റെ വിലയില് ക്രമേണ പതുക്കെ അല്ലെങ്കിൽ പെർമനന്റ് ആയി വാല്യൂ കുറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അതിന് കാരണങ്ങളുണ്ട്. ഒന്നുകിൽ വയർ ആൻഡ് ടിയർ ആകാം, അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ട പേരിലാകാം, അല്ലെങ്കിൽ യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അഫിക്സ് ഓഫ് ടൈം ആണ്, അത് കാലങ്ങൾ കഴിയുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങളാൽ അസെറ്റിന്റെ വിലയില് ഒന്നുകിൽ പെർമനന്റ് ആയി അല്ലെങ്കിൽ പതുക്കെ അസെറ്റിന്റെ വിലയിൽ കുറവ് വരും. ആ കുറവ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന് ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ. ഡിപ്രീസിയേഷൻ ഈസ് എ ബിസിനസ് ലോസ്. അതുകൊണ്ട് ഓൾവേസ് ഡെബിറ്റ്. ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റ്. ഡിപ്രീസിയേഷൻ ഈസ് എ ബിസിനസ് എക്സ്പെൻസ്. സോ ഡെബിറ്റ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു. അസെറ്റിന്റെ വാല്യൂ കുറയും. അസെറ്റിന്റെ ആക്ച്വൽ അതിന്റെ നേച്ചർ ഡെബിറ്റ് ആണ്. അതിന്റെ വാല്യൂ കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. ഇവിടെ എക്സാമ്പിൾ അപ്പൊ പറഞ്ഞേക്കുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എന്നാണ്. ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ആയതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി വന്നത്. അപ്പോ അടുത്ത എക്സാമ്പിള് ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കും. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ്. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽഡിംഗ് എന്നായിരിക്കും. അതേപോലെ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ എന്നാണെങ്കിലോ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ എന്നായിരിക്കും. ഏത് വന്നു കഴിഞ്ഞാലും ഡിപ്രീസിയേഷൻ എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. ഏതാണോ അസെറ്റ് ക്രെഡിറ്റ് ആയിരിക്കും. അതാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് ഡിപ്രീസിയേഷൻ ഷോൺ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. ഡിപ്രീസിയേഷന്റെ തുക എത്രയാണോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ഡെബിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഡിപ്രീസിയേഷൻ വന്നാൽ അസെറ്റിന്റെ വില കുറയും. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡില് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി അസെറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എങ്ങനെ കാണും? ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം ദി കൺസേൺഡ് അസെറ്റ്. ഡിപ്രീസിയേഷനോ മെഷീനറി ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി എന്ന് എഴുതും. ബാലൻസ് ഷീറ്റിൽ അത് മെഷീനറിയിൽ നിന്ന് ഡിപ്രീസിയേഷന്റെ വില മൈനസ് ചെയ്ത് എഴുതും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അത് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. ഡിപ്രീസിയേഷൻ ഏതായാലും ഏത് അസെറ്റിന്റെ ഡിപ്രീസിയേഷൻ വന്നാൽ, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറിയുടെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതേസമയം ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ മെഷീനറിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറിയുടെ വില എമൗണ്ട് മൈനസ് ചെയ്ത് കൊടുക്കും. ഫർണിച്ചർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബാലൻസ് ഷീറ്റില് ഫർണിച്ചറിന്റെ ടോട്ടൽ വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ മൈനസ് ചെയ്യുമ്പോ തന്നെ ബിൽഡിംഗ് ആയാലും പേറ്റന്റ് ആയാലും എന്തായാലും നമ്മൾ അതേ മോഡലിൽ തന്നെയാണ് ചെയ്യാം. അടുത്തത് ബാഡ് ഡെറ്റ് ആണ്. ബാഡ് ഡെറ്റ് ഈസ് എ ബിസിനസ് ലോസ് ആണ്. ബാഡ് ഡെറ്റ് ബിസിനസ് ലോസ്. എല്ലാ ബിസിനസ്സുകാർക്കും വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഇറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെറ്റേഴ്സ് ഇസ് ടേംഡ് ആസ് ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിലേക്ക് പണം തരാണ്.
അതായത് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് എമൗണ്ട് ഫേമിലേക്ക് കിട്ടാനുണ്ട്. ആ കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ്. അതായത് ഫേമിലേക്ക് പണം തരാനുള്ള വ്യക്തികളാണ് ആര്? ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തികൾ. ആ ഡെറ്റേഴ്സ് തരാനുള്ള പണത്തില് അവ തരാതെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇറിക്കവറബിൾ പോർഷൻ. ആ കിട്ടാത്ത തുക. എക്സാമ്പിള്, ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാനുള്ളത്, വൺ ഓഫ് ദ ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാനുള്ളത് ഒരു 10,500 ആണ് കളക്ട് ചെയ്യാനുള്ളത്. അയാൾ നമുക്ക് റിസീവ്ഡ് ഓൺലി, അയാളിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തത് ഓൺലി 10,000 മാത്രമേ നമ്മൾ അയാളിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ളൂ. 500 ഈസ് എ റിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെറ്റേഴ്സ് ആണ്. ആ 500നെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ബാഡ് ഡെറ്റ്. ഇതില് ഡിഫറൻസ് വരുന്ന 500 ആണ് എന്തെന്ന പേരിൽ അറിയപ്പെടുക? ബാഡ് ഡെറ്റ് എന്ന പേരിൽ അറിയപ്പെടുക. ഈ ബാഡ് ഡെറ്റ് ലോസ് ആണ്. അതുകൊണ്ട് ബാഡ് ഡെറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കേട്ടോ. ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ബാഡ് ഡെറ്റ് ഈസ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ് നോൺ ആസ് ഫർദർ ബാഡ് ഡെറ്റ് എന്നാണ് പറയാം. ബാഡ് ഡെറ്റ് ഷോൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്, അതിന് ഫർദർ വീണ്ടും എന്നാണ് അർത്ഥം, അല്ലെ? വീണ്ടും ബാഡ് ഡെറ്റ് വന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ബാഡ് ഡെറ്റ് ഉണ്ടാകും. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലും ബാഡ് ഡെറ്റ് ഉണ്ടാകും, അഡ്ജസ്റ്റ്മെന്റിലും ബാഡ് ഡെറ്റ് ഉണ്ടാകും. രണ്ട് സ്ഥലത്ത് ബാഡ് ഡെറ്റ് തരും. രണ്ട് സ്ഥലത്ത് ബാഡ് ഡെറ്റ് തന്നാല് രണ്ട് എമൗണ്ടും കൂടി കൂട്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കൊടുക്കണം. ട്രയൽ ബാലൻസിൽ തന്ന ബാഡ് ഡെറ്റും അഡ്ജസ്റ്റ്മെന്റിൽ തന്ന ബാഡ് ഡെറ്റും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ബാഡ് ഡെറ്റിന്റെ തുക നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് പറഞ്ഞത്, ബാഡ് ഡെറ്റ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ് നോൺ ആസ് ഫർദർ ബാഡ് ഡെറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അലോങ് വിത്ത് ബാഡ് ഡെറ്റ് ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിലെ ബാഡ് ഡെറ്റിനോട് കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് ഫർദർ ബാഡ് ഡെറ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക. ഫർദർ ബാഡ് ഡെറ്റിന്റെ ജേണൽ എൻട്രി ആണ് ബാഡ് ഡെറ്റ് അക്കൗണ്ട് അറ്റ് ടു സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റിന്റെ എൻട്രി ആണ് ബാഡ് ഡെറ്റ് അക്കൗണ്ട് അറ്റ് ടു സൺട്രി ഡെറ്റേഴ്സ്. ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ബാഡ് ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് ഓൺലി. അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് മാത്രം ഡിഡക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ അസെറ്റ് സൈഡ്. അസെറ്റ് സൈഡിലെ ഡെറ്റേഴ്സിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് മാത്രം മൈനസ് ചെയ്യണം. ട്രയൽ ബാലൻസിലെ ബാഡ് ഡെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ബാലൻസ് ഷീറ്റിലേക്ക് വരാനേ പാടില്ല. അഡ്ജസ്റ്റ്മെന്റിലെ മാത്രം ബാലൻസ് ഷീറ്റിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ അഡ്ജസ്റ്റ്മെന്റിലെ ബാഡ് ഡെറ്റ് മാത്രം എവിടെ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക? അസെറ്റ് സൈഡില് ഡെറ്റേഴ്സ് എഴുതുമ്പോ മൈനസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ആണ്. അതായത് നമുക്ക് ഡെറ്റേഴ്സിൽ നിന്ന് പണം കിട്ടാനുണ്ട്, അയാള് കിട്ടോ, ചില ഡെറ്റേഴ്സ് ഉണ്ട് നാളെ തരാം, അടുത്ത ദിവസം തരാം, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ആ പണം റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഡൗട്ടാണ്. അങ്ങനെ ഡൗട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് എന്നാണ് വിളിക്കാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്, ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് വിളിക്കും. നോക്കാം, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ എന്ത് ചെയ്യണം? ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് എഴുതിയേക്കണ നോക്കിയേ, മൈനസ് ഫ്രം, അല്ല ഇവിടെ ചിഹ്നമുണ്ട്, മൈനസ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ അസെറ്റ് സൈഡ്. അസെറ്റ് സൈഡിലെ ഡെറ്റേഴ്സിൽ നിന്നും മൈനസ് ചെയ്ത് കൊടുക്കുക. അത് അത്രേ ഉള്ളൂ. പ്രോഫിറ്റ് ബാഡ് ഡെറ്റിന്റെ പോലെ തന്നെ ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി കൊടുക്കും. എന്നിട്ടോ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കും. എന്നാൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആണെങ്കിൽ അത് മൈനസ് ഫ്രം, ഒന്നുകില് രണ്ട് റൂൾ ഉണ്ട് അതിന്. ഒന്നുകില് മൈനസ് ഫ്രം ടോട്ടൽ ബാഡ് ഡെറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡില് ടോട്ടൽ ബാഡ് ഡെറ്റിന്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. എന്താ ഇവിടെ ഓർ ഉണ്ട്.
ഐദർ ഒന്നുകിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ഐദർ മൈനസ് ഫ്രം ടോട്ടൽ ബാഡ് ഡെറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഓർ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കണ്ടോ, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. ഓർ ഷോൺ ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ്, ഓർ ഷോൺ ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഈ രണ്ട് രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി അഡ്ജസ്റ്റ്മെന്റിലെ പ്രൊവിഷന്റെ ജേണൽ എൻട്രി ആണ് എഴുതി വെച്ചേക്കുന്നത്. ഉണ്ടോ, അഡ്ജസ്റ്റ്മെന്റില് പ്രൊവിഷൻ, ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അത് അതിന്റെ എൻട്രി ആണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ ജേണൽ എൻട്രി ആണ് കൊടുത്തേക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രമാണിത്. ക്രെഡിറ്റ് സൈഡിൽ വളരെ കുറവായിട്ടാണ് കൊടുത്തേക്കണം ഞാൻ. ഇത് ഡെബിറ്റ് സൈഡ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ്, ഇത് ക്രെഡിറ്റ് സൈഡ് ആണ്. ഡെബിറ്റ് സൈഡില് ആദ്യം ബാഡ് ഡെറ്റ് ട്രയൽ ബാലൻസിലെ ബാഡ് ഡെറ്റിന്റെ വില എഴുതി കൊടുക്കാം. ട്രയൽ ബാലൻസിലെ ബാഡ് ഡെറ്റിന്റെ വില എഴുതാം. പിന്നെ നമ്മള് ബാഡ് ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റിലെ വില എഴുതാം. ബാഡ് ഡെറ്റ് ഇൻ ട്രയൽ ബാലൻസിലെ വില ആദ്യം എഴുതാം, ബാഡ് ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റിലെ വില എഴുതാം. പിന്നെ നമ്മള് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റിലെ വില കൊടുക്കാം. ഇത് മൂന്നെണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡില് എഴുതി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ ട്രയൽ ബാലൻസിലെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് മൈനസ് ചെയ്തിട്ട് തുക അവിടെ കൊണ്ടെഴുതാം, എമൗണ്ട് ഓർത്ത് എഴുതാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തിനെ കുറിച്ച് എഴുതാം, ബാഡ് ഡെറ്റിനെ കുറിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മളുടെ കോമൺ സെൻസ് അനുസരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ രണ്ട് ബാഡ് ഡെറ്റും കൂടി കൂട്ടി എഴുതുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എന്നാൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ മതി, ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ മതി. മൈനസ് ചെയ്യുന്നതും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതും ഇഫക്റ്റ് സെയിം ആണ്. എന്താ, അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ മൊത്തം നമ്മുടെ റൂൾ ഇതാണ്, ചെയ്ത് കാണുന്നത് മൊത്തം. അതിന് വേറെ രീതിയിലൊന്നും ഇതുവരെ അവർ ചെയ്ത് കണ്ടിട്ടില്ല. മൊത്തം അതായത് കോളേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നാൽ സ്കൂൾ ലെവലിൽ നമ്മൾക്ക് അതിനൊരു റൂൾ ഉണ്ട്, ആ റൂൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്യണം. എന്താ, ബാഡ് ഡെറ്റ് ഇൻ ട്രയൽ ബാലൻസ് ആദ്യം എഴുതി, ബാഡ് ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് എഴുതി, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എഴുതി, 3 എമൗണ്ടും കൂടി ആഡ് ചെയ്തു, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ ട്രയൽ ബാലൻസ് അതിൽ നിന്ന് മൈനസ് ചെയ്തു, ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ഓർത്തിൽ എഴുതി. അങ്ങനെ വരുമ്പോ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മള് ഡെറ്റേഴ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്. അസറ്റ് സൈഡില് ഡെറ്റേഴ്സ് എഴുതുമ്പോ ആദ്യം ഡെറ്റേഴ്സിന്റെ എമൗണ്ട്, ആദ്യം ട്രയൽ ബാലൻസ് നോക്കി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് എഴുതി, അതിൽ നിന്ന് ലെസ് ബാഡ് ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റ് മൈനസ് ചെയ്തു. ആദ്യം ഡെറ്റേഴ്സിന്റെ വില എടുത്ത് എഴുതി, ബാഡ് ഡെറ്റ് ഇൻ അഡ്ജസ്റ്റ്മെന്റ് അതിൽ നിന്ന് മൈനസ് ചെയ്തു, വീണ്ടും ലെസ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അഡ്ജസ്റ്റ്മെന്റും മൈനസ് ചെയ്ത് കിട്ടുന്ന തുക എവിടെ കൊടുക്കുക, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൊടുക്കുക. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് റെക്കോർഡ് ചെയ്യാം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെറ്റേഴ്സ് കാണിക്കുന്നതാണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ്, ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും ബാഡ് ഡെറ്റും റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സും ബിസിനസ് ഫേമും രണ്ട് പാർട്ടിയാണെന്നാണ് നമ്മൾ നേരത്തെ പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ ലോയതാണ് ബിസിനസ് ആൻഡ് ബിസിനസ്മാൻ ആർ 2 പേഴ്സൺസ് അല്ലെ. അപ്പോൾ ബിസിനസ്സുകാരന് കൊടുക്കാനുള്ള പണമാണ് ക്യാപിറ്റൽ. അതിന്റെ പലിശ ബിസിനസ്മാന് കൊടുക്കണം.
അപ്പൊ അത് എക്സ്പെൻസ് ആണ്. നോക്ക്, ഇറ്റ് ഈസ് ഇൻ എക്സ്പെൻസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് വിത്ത് ക്യാപിറ്റൽ, ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്തിട്ട് ലാബിലിറ്റി സൈഡിൽ എഴുതാം. അത് ക്യാപിറ്റലും ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലും അതിന്റെ ഇൻട്രസ്റ്റും ആണ്. അപ്പോൾ ക്യാപിറ്റലിനോട് കൂടി ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് വേണം എവിടെ എഴുതാനായിട്ട്? അത് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ എഴുതാം. ക്യാപിറ്റൽ എന്നും ലാബിലിറ്റി ആണ്, അതിനോടുകൂടി ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് വേണം ലാബിലിറ്റി സൈഡിൽ എഴുതാനായിട്ട്. ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് എൻട്രിയും കൊടുക്കാം. അത് ഇത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഈസ് ഡ്യൂ ടു ക്യാപിറ്റൽ ആണ്, ഡ്യൂ ടു ക്യാപിറ്റൽ ടു ബിസിനസ് മാൻ ആണ്. അതുകൊണ്ട് ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്തിട്ട് വേണം ലാബിലിറ്റി സൈഡിൽ എഴുതാൻ. ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് എന്ന പേരിൽ എമൗണ്ട് പുറത്തേക്ക് പോകും, എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ബിസിനസ്മാൻ ബിസിനസ് ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന്റെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ബിസിനസ് ഫേമിന്റെ പൈസയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അത് തിരിച്ച് ബിസിനസ്മാൻ ഇൻട്രസ്റ്റിനോട് കൂടി പിൻവലിച്ച എമൗണ്ടിനോടൊപ്പം അതിന്റെ ഇൻട്രസ്റ്റ് കൂടി ഫേമിലേക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ആയതുകൊണ്ട് credited in profit and loss account. It is an income. One word ആണ്. Interest on drawings is an income. Interest on capital is an expense. Interest on drawings is an income credited in profit and loss account. Balance sheet ചെയ്യുമ്പോൾ നോക്ക്, it is add with the drawings and then minus from capital in liability side. ഇത് ഡ്രോയിങ്സിനോട് കൂടി ആഡ് ചെയ്തിട്ട് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും. നമുക്കൊരു റൂൾ ഉണ്ട്, ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതുമ്പോ എപ്പോഴും നമ്മൾ പഠിച്ചേക്കണ എങ്ങനെയാണ്? ക്യാപിറ്റലിന്റെ തുക അല്ലെ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും പ്ലസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്ലസ് ചെയ്യുക. ഇത്രയും തുക പ്ലസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ലെസ് ഡ്രോയിങ്സ് എഴുതണം. ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും ഡ്രോയിങ് മൈനസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മൈനസ് ചെയ്തിട്ട് വേണം ലാബിലിറ്റി സൈഡിലേക്ക് അതിന്റെ എമൗണ്ട് കൊടുക്കുക. ഇത് നമ്മൾ പഠിക്കുന്ന റൂളാണ്. ക്യാപിറ്റലിനോട് കൂടി എന്നും നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. അതാണ് നമ്മുടെ റൂള്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുമ്പോ നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആഡ് ചെയ്യണം. ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ അതും മൈനസ് ചെയ്യണം. അതാണ് ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റൂൾ അത് തന്നെയാണ് അല്ലെ. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ ഫോളോ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന്റെ ജേണൽ എൻട്രി ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഫേമിന് ഇൻകം ആയതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വരും. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം വന്ന എക്സ്പെൻഡിച്ചർ അല്ല, ഒരു വലിയൊരു തുക കുറെ നാളുകൾക്ക് വേണ്ടി നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പറയാൻ, നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല സ്റ്റെപ്പുകളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ട് പോകും. ആ എമൗണ്ടുകളെ ടോട്ടലായി വിളിക്കുന്ന പേരാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കണ്ട, അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്, ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഒരു ബിസിനസ് ഫേം സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസസ്, അതും എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ദ benefit of this is expected to be received more than in a particular year in which it is incurred. കണ്ടോ, ഒരു വർഷമാണ് നമുക്ക് ഇത്രയും വലിയൊരു തുക വരിക, പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇത്രയും ചെലവാക്കുന്നത് നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണ്? ബെനിഫിറ്റ് ഓഫ് ദിസ് ഈസ് എക്സ്പെക്ടഡ് ടു ബി റിസീവ്ഡ് മോർ ദാൻ ഇൻ എ പെർട്ടിക്കുലർ ഇയർ. കണ്ടോ, ആ ഒരു പെർട്ടിക്കുലർ ഇയർ അല്ല, മോർ ദാൻ ഇൻ എ പെർട്ടിക്കുലർ ഇയർ ആണ്. അടുത്ത വർഷങ്ങളിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് അത്ര ഒരു വലിയ തുക നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെലവ് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു തുക ചെലവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോ റൈറ്റ് ഓഫ്, അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെയാണ് പറയാ, റൈറ്റ് ഓഫ്
1/5 of preliminary expenses. Preliminary expenses rupees 10,000. ഇങ്ങനെയായിരിക്കും. ഈ 10,000 ട്രയൽ ബാലൻസിന്റെ ഉള്ളിലായിരിക്കും. 1/5 ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ്. റൈറ്റ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി തള്ളാനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 10,000ന്റെ 1/5 ഭാഗം ഡെബിറ്റ് ചെയ്യണം എന്നർത്ഥം. ഉണ്ടോ? ഇതിന്റെ മീനിങ് ഇതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തതാണ് 10,000 ഇൻറ്റു 1/5, അതായത് 2,000 rupees debited in profit and loss account. ഇതാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു മീനിങ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് എത്രയാണോ അതിന്റെ തുക, അതിന്റെ 1/5 എടുത്തിട്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ടൈം വരുന്നത് 10,000 minus 2,000 is shown in asset side of balance. 8,000 രൂപ 10,000-ൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയ 2,000 രൂപ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള തുക ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിൽ എഴുതാ? അസെറ്റ് സൈഡിൽ എഴുതി കൊടുക്കുക. അസെറ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് എഴുതി കൊടുക്കുക. അതാണ് ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൽ വരും. ഇത് +1 വളരെ കുറവാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുന്നതൊക്കെ. എന്നാലും നമ്മുടെ സിലബസിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അത് നമ്മൾ കൊടുത്തു മാത്രം. അടുത്തത് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ് ആണ്. ഇത് 2 മാർക്കിന്റെ സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട്, അല്ലെ 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട്, എക്സ്ട്രാ ക്വസ്റ്റൻ ആയിട്ട്, നമ്മുടെ ഫൈനൽ അക്കൗണ്ടിന്റെ ഉള്ളിലല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റൻ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് കമ്മീഷൻ ഓൺ പ്രോഫിറ്റ്. മാനേജേഴ്സിന് സംടൈംസ് ദ മാനേജേഴ്സ് ആർ പെയ്ഡ് കമ്മീഷൻ കാൽക്കുലേറ്റഡ് ഓൺ എ സർട്ടൻ പെർസെന്റേജ് ഓൺ ദ പ്രോഫിറ്റ്. മാനേജേഴ്സിനാണ് കമ്മീഷൻ കിട്ടുക. അതിൽ 2 മോഡലാണ് കമ്മീഷൻ വരിക എന്നാണ് അവർ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് കമ്മീഷൻ മേ ബി ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് കമ്മീഷൻ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. ഫോർ എക്സാമ്പിൾ, കമ്മീഷൻ പ്രൊവൈഡഡ് 5% ഓഫ് കമ്മീഷൻ ബിഫോർ ചാർജിങ് ആണെങ്കിൽ, കമ്മീഷൻ ബിഫോർ ചാർജിങ് ആണെങ്കിൽ 5% ഓഫ് കമ്മീഷൻ ബിഫോർ ചാർജിങ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 5/100 എടുത്തിട്ട് ആ തുക എത്രയാണോ ആ തുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഡെബിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എൻട്രി വരുന്നത് മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ടന്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ എന്നാണ്. ഔട്ട്സ്റ്റാൻഡിങ് ആണ് അത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് എൻട്രി ഒന്നുമില്ല. നമ്മൾ സാധാരണ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ ജേണൽ എൻട്രി തന്നെയാണ്. പക്ഷെ കാൽക്കുലേഷനിലാണ് പ്രത്യേകത അവിടെ ഉള്ളത്. പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റിന്മേ പെർസെന്റേജ് ആണ്. എന്നാൽ സെക്കൻഡ് വൺ വന്നത് കമ്മീഷൻ മേ ബി ആഫ്റ്റർ ചാർജിങ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 5% ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 105 എന്ന് വരും. അതാണ് ഈ ആഫ്റ്റർ ചാർജിങ് എന്ന് പറയുമ്പോൾ പ്രത്യേകത. അതായത് പ്രോഫിറ്റിന്റെ ഉള്ളിൽ കമ്മീഷനും കൂടി ഇൻക്ലൂഡഡ് ആണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മള് കമ്മീഷന്റെ വില മാത്രം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് 5% ആണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 105, 100 + 5 അങ്ങനെ എടുക്കണം. എന്ത് കാണുമ്പോ? കമ്മീഷൻ ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ, കമ്മീഷൻ മേ ബി കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്ന വേർഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് 5 ഡിവൈഡഡ് ബൈ 105. 10 ആണെങ്കിലോ പ്രോഫിറ്റ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 110. 15 ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 150. അതാണ് ആഫ്റ്റർ ചാർജിങ്. ബിഫോർ ചാർജിങ് ആണെങ്കിൽ ഒരു കംപ്ലൈന്റും ഇല്ല. പ്രോഫിറ്റ് ഇൻറ്റു 10/100 ആണെങ്കിൽ 10/100, 5% ആണെങ്കിൽ പ്രോഫിറ്റ് ഇൻറ്റു 5/100. കണ്ടാ, ഒരു പ്രശ്നവുമില്ല, നേരെ. ഇനി എൻട്രി ആണെങ്കിലോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ എൻട്രി ആയിരിക്കും. എന്തായിരിക്കും? മാനേജേഴ്സ് കമ്മീഷൻ അക്കൗണ്ടന്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷൻ ആയിരിക്കും. അടുത്തത് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ആണ്. അടുത്തത് നമുക്ക് പലപ്പോഴും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ
ഫയർ സംഭവിക്കുകയാണ്, തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് നമ്മൾ ഒരുവിധ സ്ഥാപനങ്ങളെല്ലാം അവരുടെ സ്റ്റോക്ക് അവര് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും. ജനറൽ ഇൻഷുറൻസ് ആണ് അവരെടുക്കുന്നത്, ഫയർ ഇൻഷുറൻസ്. ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? നശിച്ചതിന്റെ നഷ്ടപരിഹാരം കിട്ടണം, അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റോക്ക് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓർ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. എന്താ സ്റ്റോക്ക് തന്നെ, ഗുഡ്സിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്, അല്ലെ? ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞാലും സംഭവം തന്നെയാണ്. അപ്പൊ സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ബൈ ഫയർ വരുമ്പോൾ അതില് നമുക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നശിക്കുമ്പോ അല്ല ഫയർ വരുമ്പോ സ്ഥാപനത്തിലെ കുറെ ഗുഡ്സിന്റെ വാല്യൂ മൊത്തത്തിൽ നശിച്ചു. ഇത്ര രൂപയുടെ ഗുഡ്സ് നമ്മൾ നശിച്ചു എന്ന് തന്നെ പറയും, അല്ലെ? അതാണ് ഫുൾ വാല്യൂ ഓഫ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ക്രെഡിറ്റഡ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. എന്താ എത്ര രൂപയുടെ ഗുഡ്സ് ആണോ നശിച്ചത്, ആ ഫുൾ വാല്യൂ നമ്മൾ എവിടെ ക്രെഡിറ്റ് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ്. നോക്ക്, സ്റ്റോക്ക് ദ ഫുൾ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഡിസ്ട്രോയിഡ് ക്രെഡിറ്റഡ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പൊ എൻട്രി നോക്ക്, ഗുഡ്സ് ലോസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് എൻട്രി, അല്ലെ? ഗുഡ്സ് ലോസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഏകദേശം ഒരുവിധ ഒരു 99% കമ്പനികളും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുർ ചെയ്യുന്നുണ്ട്, അല്ലെ? വളരെ കുറച്ച് പേര് മാത്രമേ ഇൻഷുർ ചെയ്യാത്തവരുള്ളൂ. ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? ക്ലെയിം കിട്ടും, നഷ്ടപരിഹാരം കിട്ടും. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടുമ്പോൾ നമുക്ക് അത് കിട്ടുന്നതായിട്ട് കാണിക്കണം. കിട്ടുമ്പോൾ എനി ക്ലെയിം റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ്സ് ലോസ്റ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞ് എഴുതും. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം കിട്ടുമ്പോൾ അത് നമ്മൾ പണം കിട്ടിയെന്നും പറഞ്ഞ് എഴുതും. എനി ഡിഫറൻസ്, നശിച്ച തുകയുടെ ഫുൾ ഇൻഷുറൻസ് കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഇല്ല. ചിലപ്പോ ഫുള്ള് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തരില്ല. അവര് കുറച്ച് എമൗണ്ട്, അവര് ഇത്ര രൂപയുടെ ഗുഡ്സ് നശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്താലും അതിൽ അത്രയും രൂപയുടെ ഗുഡ്സ് നശിച്ചു എന്നുള്ള റെക്കോർഡ് അവർ ചെയ്യില്ല. അപ്പൊ അതില് നമുക്ക് നഷ്ടം വരും. അപ്പൊ നഷ്ടം വരുമ്പോ നശിച്ച ഗുഡ്സിന്റെ തുക ഫുള്ള് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന തുക ഫുള്ള് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതും. എനി ഡിഫറൻസ് അവ തമ്മിൽ വരുന്നത് ലോസ് ആയി ട്രീറ്റ് ചെയ്തിട്ട് അത് എനി ലോസ് സഫേർഡ് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ റേസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ്സ് ലോസ്റ്റ് അക്കൗണ്ട് എന്നും പറഞ്ഞ് എഴുതും. അപ്പൊ ഇവിടെ നശിച്ച ഗുഡ്സ് ഫുള്ള് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്ലെയിം, അത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്ലെയിം ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ്സ് ലോസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതും. ഇത് ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അസറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്ലെയിം ഫുള്ള് എവിടെ റെക്കോർഡ് ചെയ്യും? അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന എമൗണ്ടും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കിട്ടുന്ന ക്ലെയിമിന്റെ എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് വന്നാൽ അത് നമ്മൾ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എനി ലോസ് സഫേർഡ് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എനി ലോസ് സഫേർഡ് ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എൻട്രി കൊടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് ലോസ്റ്റ് അക്കൗണ്ട്. ഇത് നമുക്ക് 2 മാർക്കിന്റെ തിയറിയാണ്, അല്ലാതെ നമുക്ക് പ്രോബ്ലത്തിന്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നാലും നമ്മുടെ സിലബസിന്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് +1 കാർക്ക് പഠിക്കാനുള്ളത്. ഇതില് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 7 എണ്ണം, ആദ്യത്തെ 7-8 എണ്ണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പിന്നെ അക്രൂഡ് ഇൻകം, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അഥവാ അക്രൂഡ് ഇൻകം, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളാണ് ഏറ്റവും കൂടുതൽ +1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഇക്കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്കിൽ മാറ്റമുള്ളത് കൊണ്ട് സ്ട്രക്ചർ മാറ്റമുണ്ട്, അല്ലെ? നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ഹാഫ് ഇയർലി വന്നത് വളരെ മാറ്റമുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് കുറവായിരിക്കും. പക്ഷെ അത് നല്ല അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ആദ്യത്തെ 7 അഡ്ജസ്റ്റ്മെന്റും തിയറിയും ആവശ്യമാണ്, ജേണൽ എൻട്രി ആവശ്യമാണ്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അത് എവിടെയൊക്കെയാണ് എഴുതേണ്ടതെന്നും അത്യാവശ്യമാണ്.
അപ്പൊ ഇത് ഓരോ ട്രാൻസാക്ഷൻസും ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും കൃത്യമായി വോയിസ് കേട്ട് പഠിക്കാം. എഴുതിയത് മാത്രമല്ല, വോയിസ് കേട്ട് അതെവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യണം എന്നെല്ലാം അത് കേട്ട് കൃത്യമായി പഠിക്കാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന പ്രോബ്ലംസ് ഒന്നും നിങ്ങളുടെ തെറ്റാൻ ചാൻസ് ഇല്ല. ഓക്കെ, വീഡിയോ ഒക്കെ കാണുക. ജേണൽ എൻട്രീസ് ഇത് കൂടാ ഇതിനകത്ത് ഏകദേശം ഒരു 2 മാർക്ക് 4 മാർക്ക് പ്രോബ്ലംസിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ തിയറീസും അതേപോലെ തന്നെ ജേണൽ എൻട്രീസും വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടാതെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കൂടിയും വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ 6 4 10 മാർക്കാണ് ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അത് വീഡിയോ ഒക്കെ കാണുക. വോയിസ് കേൾക്കുക, എന്താണ് ഓരോ അഡ്ജസ്റ്റ്മെന്റിലും പറയുന്നത് വോയിസ് കേൾക്കുക. എന്നാൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.